നമ്മളപ്പം അടുത്ത ഫേസ് ഡയഗ്രത്തിലേക്ക് കടക്കുകയാണ്. ബൈനറി യൂടെക്റ്റിക് സിസ്റ്റം എന്നാണ് പറയുക. യൂടെക്റ്റിക് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പം ഇവിടെ കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രമാണ് നമ്മൾ എടുക്കുന്നത്. കോപ്പറും സിൽവറും, കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ ആക്സിസ് വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സിൽവർ ആണ്. കോമ്പോസിഷൻ ആക്സിസ് വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സിൽവർ ആണ്. ടെമ്പറേച്ചർ തന്നെ. നേരത്തെ നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ ആക്സ് 1600 ഡിഗ്രി സെൽഷ്യസ് വരെ പോയിരുന്നു. ഇവിടെ അത്രയും പോകണ്ട, അതുകൊണ്ട് അത് 1200 ഡിഗ്രി സെൽഷ്യസ് വരെ പോയുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കോപ്പർ സിൽവർ എന്താ പറയുക, കോപ്പർ സിൽവർ അലോയ് ആണ് നമ്മൾ കോപ്പർ സിൽവർ അലോയ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫേസ് ചേഞ്ചസുകൾ നടക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫേസ് ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുള്ള കുറേയധികം ഫേസുകളുള്ള ഒരു ഫേസ് ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ഫേസ് റീജിയൻ ഏതൊക്കെയാണ് ഉള്ളത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് സിംഗിൾ ഫേസ് റീജിയൻ ഏതൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സിംഗിൾ ഫേസ് റീജിയൻ ഏതൊക്കെയാണ് ഉള്ളത്? ഒന്ന് ആൽഫ, സിംഗിൾ ഫേസ് റീജിയൻ ആണ്. ദെൻ ബീറ്റ, അടുത്ത സിംഗിൾ ഫേസ് റീജിയൻ ആണ്. ദെൻ ലിക്വിഡ്, അടുത്ത സിംഗിൾ ഫേസ് റീജിയൻ ആണ്. 3 സിംഗിൾ ഫേസ് റീജിയൻ ഉണ്ട്. ഇനി നമുക്കുള്ളത് 2 ഫേസ് റീജിയനുകളാണ്. ടു ഫേസ് റീജിയൻ ഏതൊക്കെയുള്ളത്? ആൽഫ പ്ലസ് ലിക്വിഡ് ഒരെണ്ണം വരുന്നുണ്ട്, ബീറ്റ പ്ലസ് ലിക്വിഡ് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ കോപ്പർ നിക്കൽ സിസ്റ്റം ഒരു പ്രത്യേകതയുള്ള സിസ്റ്റമാണ്. കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ് അത് കോപ്പറും നിക്കലും. അതായത് കോപ്പറിനോട് നിക്കലിനെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ നിക്കലിലേക്ക് കോപ്പർ ചേർക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ്. ഒരു ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു ആറ്റത്തിന്റെ പൊസിഷനിലേക്ക് രണ്ടുപേരിൽ ഒരാൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ്. പക്ഷെ അതേസമയം കോപ്പർ സിൽവറിന്റെ കേസിൽ അത്രയും സോല്യൂബിലിറ്റി ഇല്ല, അത്രയും കംപ്ലീറ്റ്ലി സോല്യൂബിൾ അല്ല. അതുകൊണ്ട് അത് വേറിട്ട് നിൽക്കും. അത് ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതൊക്കെ കാണുന്നത്. അതായത് ഈ പർട്ടിക്കുലർ ആൽഫ റീജിയൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഒരു പർട്ടിക്കുലർ ആൽഫ റീജിയൻ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു റീജിയനിൽ മാത്രം കോപ്പറും സിൽവറും കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ്. ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റും? കോപ്പറും സിൽവറും ഏകദേശം കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിംഗിൾ ഫേസ് റീജിയൻ ആയിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പർട്ടിക്കുലർ റീജിയണിലും കോപ്പറും സിൽവറും കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആൽഫയും ബീറ്റയിലും ചെറിയ വ്യത്യാസമുണ്ട്. ആൽഫ റീജിയണിൽ കോപ്പർ സോൾവെന്റും സിൽവർ സൊല്യൂട്ട് ആറ്റംസും ആണ്. അതേസമയം ബീറ്റ റീജിയണിലേക്ക് വരുമ്പോൾ നമ്മുടെ സിൽവർ സോൾവെന്റും കോപ്പർ സൊല്യൂട്ട് ആറ്റംസും ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സോല്യൂബിൾ അല്ലാത്ത 2 ഫേസ് റീജിയൻ, 2 സോളിഡ് ഫേസുകളുടെ റീജിയൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു ആൽഫ പ്ലസ് ലിക്വിഡ് റീജിയൻ ഉണ്ട്, ബീറ്റ പ്ലസ് ലിക്വിഡ് റീജിയൻ ഉണ്ട്, നമ്മൾ പഠിച്ച പോലെ തന്നെ. അപ്പം നമ്മുടെ ഒരു സോളിഡ് പ്ലസ് ലിക്വിഡ് റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്നത് ലിക്വിഡസ് ലൈൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു സോളിഡ് പ്ലസ് ലിക്വിഡ് റീജിയനെയും സോളിഡ് റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം സോളിഡസ് ലൈൻ നമ്മൾ പഠിച്ചു. ഇനി അതുകൂടാതെ ഒരു 2 ഫേസ് സോളിഡ് റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗം കൂടി സോൾവസ് എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ നമ്മളിവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. സോൾവസ് ലൈൻ, ഇതും സോൾവസ് ലൈനാണ്. ഈ ഒരു വാക്കും കൂടെ എക്സ്ട്രാ നമുക്ക് പഠിക്കണം. ഇതാണ് ഫേസ് ഡയഗ്രം. നിങ്ങൾക്ക് ഫേസ് ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം 40 വെയിറ്റ് പെർസെൻറ്റേജ് സിൽവർ ഉള്ള ഒരു അലോയ് നമ്മൾ ചൂസ് ചെയ്യുന്നു വിചാരിക്കും. 40 വെയിറ്റ് പെർസെൻറ്റേജ് സിൽവർ ഉള്ള അലോയ് നമ്മൾ ചൂസ് ചെയ്യുന്നു വിചാരിക്കും. ഈ പർട്ടിക്കുലർ അലോയ് നമ്മൾ ചൂസ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും?
ഒരു അറൗണ്ട് ഈ ടെമ്പറേച്ചർ വരെ, ഈ ഒരു ടെമ്പറേച്ചർ വരെ അത് 2 ഫേസ് സോളിഡ് റീജിയനിലൂടെ പോകും. 2 ഫേസ് സോളിഡ് റീജിയനിലായിരിക്കും. ഓക്കെ. അതിനുശേഷം പക്ഷേ ഒരു 900 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുമ്പോൾ അത് ലിക്വിഡ് റീജിയനിലേക്ക് പോകും. അതേസമയം ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുമ്പോൾ അതൊരു 2 ഫേസ് റീജിയനിലായിരിക്കും നിൽക്കുക. ആൽഫ പ്ലസ് ലിക്വിഡിന്റെ 2 ഫേസ് റീജിയനിലായിരിക്കും നിൽക്കുക. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ മനസ്സിലാകും. പക്ഷേ ഇവിടെ അത് കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ വരുന്നുണ്ട്. അതാണ് പോയിന്റ് ഇ. ആ ഒരു പോയിന്റ് ആണ് ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ഉള്ള അലോയ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ഉള്ള ഒരു അലോയ്, കോപ്പർ സിൽവർ അലോയ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്തായിട്ട് മാറും? ലിക്വിഡ് ഫേസിൽ ഉണ്ടായിരുന്നത് 2 സോളിഡ് ഫേസുകളിലേക്ക് മാറും. ലിക്വിഡ് ഫേസിൽ ഉണ്ടായിരുന്നത് ആൽഫ പ്ലസ് ബീറ്റ 2 സോളിഡ് ഫേസുകളായിട്ട് മാറും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ. ഇനി തിരിച്ചും പറയാം, 2 സോളിഡ് ഫേസ് തിരിച്ച് ലിക്വിഡ് ആയിട്ട് മാറും എന്നും പറയാം. ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് 2 സോളിഡ് ആയിട്ട് മാറുന്നത് കൂൾ ചെയ്യുന്ന സമയത്ത്, 2 സോളിഡ് റീജിയൻ ലിക്വിഡ് ആയിട്ട് മാറുന്നത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ പർട്ടിക്കുലർ റിയാക്ഷനെ പറയുന്ന പേരാണ് യൂടെക്റ്റിക് റിയാക്ഷൻ. ആ പർട്ടിക്കുലർ റിയാക്ഷനെ പറയുന്ന പേരാണ് യൂടെക്റ്റിക് റിയാക്ഷൻ. യൂടെക്റ്റിക് റിയാക്ഷൻ. ആ പർട്ടിക്കുലർ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിനെ പറയുന്ന പേര് ഇൻവേരിയന്റ് പോയിന്റ്. ഇൻവേരിയന്റ് പോയിന്റ്. ഇൻവേരിയന്റ് പോയിന്റ്. ഈ ടെമ്പറേച്ചറിനെ പറയുന്ന പേര് യൂടെക്റ്റിക് ടെമ്പറേച്ചർ. യൂടെക്റ്റിക് ടെമ്പറേച്ചർ. അതിന്റെ വാല്യൂ 779 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം യൂടെക്റ്റിക് സിസ്റ്റത്തിൽ, ബൈനറി യൂടെക്റ്റിക് സിസ്റ്റത്തിൽ, ബൈനറി എന്നുള്ള പേര് ഓർക്ക് 2 കമ്പോണന്റ്, ഇവിടെ കോപ്പറും സിൽവറും ആണ് കമ്പോണന്റ്. യൂടെക്റ്റിക് എന്ന പേര് വരാൻ കാരണം, യൂടെക്റ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈസിലി മെൽറ്റിംഗ് എന്നാണ്. യൂടെക്റ്റിക് റിയാക്ഷൻ ആണ് ഈ പേര് വരാൻ കാരണം. യൂടെക്റ്റിക് റിയാക്ഷൻ നടക്കുന്നത് ഈ 71.9 വെയിറ്റ് പെർസെൻറ്റേജ് 71.9 വെയിറ്റ് പെർസെൻറ്റേജ് ആർഗൺ, വെയിറ്റ് പെർസെൻറ്റേജ് സിൽവർ വെയിറ്റ് പെർസെൻറ്റേജിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? കൂൾ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഫേസ് റീജിയൻ ആ പർട്ടിക്കുലർ ഇൻവേരിയന്റ് പോയിന്റിൽ വെച്ചിട്ട് 2 സോളിഡ് ഫേസുകളായിട്ട് മാറും. 2 സോളിഡ് ഫേസുകളായിട്ട് മാറും. അതൊരു ഇൻവേരിയന്റ് റിയാക്ഷൻ ആണ്. ഇതുപോലെ പല ഇൻവേരിയന്റ് റിയാക്ഷൻസ് നമുക്കുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ആ ഇൻവേരിയന്റ് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കണം. അപ്പൊ അതിൽ ഒരു ഇൻവേരിയന്റ് റിയാക്ഷൻ ആണ് യൂടെക്റ്റിക് റിയാക്ഷൻ. യൂടെക്റ്റിക് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. 71.9 വെയിറ്റ് പെർസെൻറ്റേജ് സിൽവറിലാണ് നടക്കുന്നത്. അത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ബാക്കി ഒരു ഫേസ് ഡയഗ്രാം അനലൈസ് ചെയ്യാൻ കഴിഞ്ഞ ഫേസ് ഡയഗ്രാം അനലൈസ് ചെയ്ത പോലെ തന്നെ ഈ ഫേസ് ഡയഗ്രത്തെയും നിങ്ങൾ പഠിക്കുക. ഇനി ഇതിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ മൈക്രോ സ്ട്രക്ചറൽ ചേഞ്ചസ്, കൂൾ ചെയ്യുന്ന സമയത്തെ മൈക്രോ സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മൾ പഠിക്കും. താങ്ക് യു.